ഹായ് ഹലോ, ജാനകിയുടെയും അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ ഒടുവിൽ ജാനകി ആ സത്യം തിരിച്ചറിയാനായിട്ട് പോകുവാണ്. തന്റെ അമ്മയെക്കുറിച്ചുള്ള സത്യം ജാനകി തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പോകുവാണ്. ഇനി എന്തായാലും ആ വീടിനെ തകർക്കാനായിട്ട്, അളകാപുരിയെ തകർക്കാനായിട്ട് നോക്കുന്ന, അവിടെ ഉണ്ടായിരുന്ന പ്രഭാവതിയെ പോലും അവിടുത്തെ വേലക്കാരിയാക്കാനായിട്ട് ശ്രമിച്ച അപർണയുടെ പതനമാണ് ഇനി നടക്കാൻ വേണ്ടിയിട്ട് പോകുവാണ്. എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ഒടുവിൽ നിരഞ്ജനയ്ക്ക് നല്ല സംശയമുണ്ട്. അജയുടെ മേലെ ഒരുപാട് സംശയമുണ്ട്. എന്നാൽ ജാനകിക്കൊപ്പം പോയപ്പോഴും ഒരുപാട് കാര്യങ്ങൾ ജാനകി നിരഞ്ജനെ പറഞ്ഞ് പഠിപ്പിച്ചു. അങ്ങനെയൊന്നും അല്ല, നീ അങ്ങനെയൊന്നും വിചാരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഉപദേശങ്ങൾ കൊടുത്തു. നിരഞ്ജനയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ നിരഞ്ജനയ്ക്കും തോന്നി ശരിയാണ്, എനിക്ക് അതുപോലെ ജാനകി പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് നിരഞ്ജനയ്ക്ക് തോന്നി. അതുകൊണ്ട് തന്നെയാണ് ഉണ്ണിത്താന്റെ കീഴിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് നിരഞ്ജന തീരുമാനിച്ചത്. ആദ്യം ഉണ്ണിത്താൻ ചോദിച്ചപ്പോഴെല്ലാം നിരഞ്ജന പറഞ്ഞത് എനിക്ക് തോന്നി വെറുതെ വീട്ടിലിരിക്കാനായിട്ട് എനിക്ക് തോന്നുന്നില്ല, അങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ എനിക്കൊരു ബോറടി, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പ്രാക്ടീസ് ചെയ്യാമെന്ന് തീരുമാനിച്ചതെന്നൊക്കെ നിരഞ്ജന പറഞ്ഞു. പക്ഷെ അതൊന്നും വിശ്വസിക്കാനായിട്ട് ഉണ്ണിത്താൻ തയ്യാറായിരുന്നില്ല. പ്രത്യേകിച്ച് ഈ ഒരു സ്വഭാവം, ഈ ഒരു നിരഞ്ജനയുടെ ഇപ്പോഴത്തെ കാര്യം, തമ്പിയൊക്കെ ഒരുപാട് നിരഞ്ജന എന്നോ മറയ്ക്കുന്നുണ്ടെന്നുള്ള ഒരു ഫീല് തമ്പിക്ക് തോന്നി. തമ്പിക്കല്ല, ഉണ്ണിത്താന് തോന്നി. തമ്പിയും അപർണയും പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണോ എന്ന് തമ്പിക്ക് ഉണ്ണിത്താന് തോന്നി. അതുകൊണ്ടാണോ നിരഞ്ജന ഇങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയതെന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. എന്നാൽ ഒരുപാട് നേരം പറഞ്ഞപ്പോഴും നിരഞ്ജന സത്യം പറഞ്ഞു. ഞാൻ അജയോട് ചോദിച്ചപ്പോൾ അജയ് അങ്ങനെ ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതെല്ലാം അപ്പാടെ നിഷേധിച്ചു. പക്ഷേ എനിക്ക് ഒരു സ്വന്തം കാലിൽ നിൽക്കണം, അല്ലെങ്കിൽ ഇനി എന്തായാലും ഞാൻ തളർന്നു പോകത്തില്ല, ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട്, ഞാൻ അത്രത്തോളം ധൈര്യത്തോടു കൂടിയാണ് മുന്നേറുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ ഇനി പ്രാക്ടീസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഉണ്ണിത്താനും ഒരുപാട് സന്തോഷം തോന്നി. തൻ്റെ മകള് ഒറ്റക്കാലിൽ നിൽക്കണം, തൻ്റെ മകൾ ആരുടെയും മുന്നിൽ കീഴടങ്ങാൻ പാടില്ല, ആരുടെയും മുന്നിൽ തോറ്റു കൊടുക്കാൻ പാടില്ല. അത് മാത്രമല്ല ഉണ്ണിത്താൻ മറ്റൊരു കാര്യം പറഞ്ഞു. ആ ഡയലോഗ് സത്യം പറഞ്ഞാൽ എന്തുകൊണ്ടും നമുക്ക് തന്നെ ഏറ്റവും കൂടുതലൊരു പ്രോത്സാഹനമായിട്ട് എടുക്കേണ്ട കാര്യം തന്നെയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാള് പറയുവാണ് നിങ്ങൾ തോറ്റുപോയി, അല്ലെങ്കിൽ നീ തോറ്റുപോയി എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ഒരിക്കലും തളരാൻ പാടില്ല. നമ്മൾ എന്താണോ നമ്മളെ മനസ്സാക്ഷിക്ക് മുന്നിൽ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനോട് നമ്മൾ പറയുന്നത്, നമ്മൾ വിചാരിക്കും ഞാൻ ഇന്ന് തോറ്റുപോയി, ഞാൻ ചെയ്ത കാര്യം ഞാൻ തോറ്റുപോയി എന്ന് വിശ്വസിച്ചാൽ മാത്രമേ അവിടെ എനിക്ക് പരാജയം ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ മറ്റുള്ളവർ നീ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഒന്നും അത് നമ്മളെ ഏൽക്കാനും പാടില്ല, അതൊന്നും ഫലിക്കാനും പോകുന്നില്ല. നമ്മൾ സ്വയം വിചാരിക്കണം നമ്മൾ പരാജയപ്പെട്ടു, എന്നാൽ മാത്രമേ അവിടെ എല്ലാവരുടെ മുന്നിൽ നമ്മൾ കീഴടങ്ങത്തുള്ളൂ. മറിച്ച് അവരെല്ലാവരും പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ ഞാൻ ധൈര്യത്തോടു കൂടി പറയുവാണ് ഞാൻ പരാജയപ്പെട്ടിട്ടില്ല, ഞാൻ ജയിച്ചിരിക്കുവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആരെയും നമുക്ക് തോൽപ്പിക്കാൻ പറ്റത്തില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരെന്ത് പറഞ്ഞാലും നമ്മളത് കണക്കാക്കേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മൾ വിശ്വസിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ധൈര്യം കൊടുക്കേണ്ടത് നമുക്ക് തന്നെയാണ്. മറ്റുള്ളവർക്ക് ആർക്കും നമ്മളെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. നമ്മൾ തോറ്റു കൊടുത്താൽ മാത്രമേ മറ്റുള്ളവർക്ക് നിസ്സാരമായിട്ട് നമ്മളെ ചവിട്ടി മെതിക്കാനായിട്ട് പറ്റത്തുള്ളൂ എന്നാണ് ഉണ്ണിത്താൻ അവിടെ നിരഞ്ജനയ്ക്ക് കൊടുത്ത ഒരു മറുപടി. അത് നിരഞ്ജനയ്ക്ക് ഒരു പ്രചോദനമായി. അങ്ങനെ ഉണ്ണിത്താന്റെ കീഴിൽ ജൂനിയർ ഉണ്ണിത്താനായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നിരഞ്ജന തീരുമാനിച്ചു. നിരഞ്ജനയുടെ പുതിയൊരു തുടക്കം തന്നെയാണിത്. എന്നാൽ ഈ ഒരു സംഭവങ്ങൾ നടക്കുമ്പോൾ മറ്റൊരു കാര്യവും കൂടി അവിടെ അളകാപുരിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രഭാവതി അവിടെ ജോലി ചെയ്യുന്നത് കണ്ടപ്പോൾ അഭിക്ക് ഒരു സങ്കടം തോന്നി. അഭി ഇതിനെ പറ്റി വന്ന് ചോദിച്ചു. എന്നാൽ അവിടെ ഒരു ജോലിക്കാരി എന്നുള്ള രീതിയിൽ അവിടുത്തെ ഒരു ജോലിക്കാരിയെ പറഞ്ഞു വിട്ടു. അപ്പോൾ ഞാൻ മൃഷ്ടാനം വിഴുങ്ങുന്നു, ഒരു ജോലിയും ചെയ്യാതെ, ഒരു കുപ്പ പോലും കുഞ്ഞിൽ നിന്നും ഒരു കുപ്പ പോലും എടുക്കാതെ ഞാൻ നിസ്സാരമായിട്ട് ഇവിടെ ഇരുന്ന് തിന്ന് കഴിക്കുന്നു എന്നാണ് എല്ലാവരുടെയും പറച്ചിൽ. അത് മാറ്റാനായിട്ടാണ് ഞാൻ ഇവിടെ ജോലി ചെയ്യാനായിട്ട് തീരുമാനിച്ചതെന്ന് പറഞ്ഞു. എന്നാൽ ഇവിടെ അമ്മയെ സഹായിക്കാൻ ആരുമില്ലെന്ന് ചോദിച്ചപ്പോൾ ആരും തന്നെ ഇല്ല, എല്ലാവർക്കും അവരവരുടെ ജോലികളല്ലേ എന്നാണ് പ്രഭാവതി പറഞ്ഞത്. ആ സമയത്ത് പ്രഭാവതി മറ്റൊരു കാര്യവും കൂടി പറഞ്ഞു. എനിക്ക് ഇതിൽ നിന്നെങ്കിലും എന്നെ രക്ഷപ്പെടുത്തണം, കാരണം ഞാൻ ഇവിടെയെങ്കിലും ജോലി ചെയ്ത് പൊയ്ക്കോട്ടെ, ഇവിടെ ആണെങ്കിലും മരുമക്കൾക്കും മക്കൾക്കും ആഹാരം വെച്ചുണ്ടാക്കി കൊടുത്ത് എനിക്ക് അറിയാവുന്ന ജോലി ചെയ്ത് ജീവിക്കാം. ഈ ഒരു ജോലിയും കൂടി എനിക്ക് നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ പിന്നെ മറ്റുള്ളവരുടെ വീട്ടിൽ പോയി എച്ചിൽ പണിയെടുത്ത് ജീവിക്കേണ്ട അവസ്ഥ വരുമെന്ന് അഭിയുടെ മുഖത്ത് നോക്കി പ്രഭാവതി പറഞ്ഞു. അത് അഭിക്ക് വല്ലാതെ അങ്ങ് വേദനിച്ചു.
അഭിക്ക് അറിയാം ഇപ്പോൾ അപർണയെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ തൻ്റെ ലക്ഷ്യവും തൻ്റെ ജാനകിയുടെ ലക്ഷ്യവും ജാനകിയുടെ അമ്മയെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ജാനകിയുടെ അമ്മയെ കണ്ടുപിടിച്ച് അപർണയുടെയും തമ്പിയുടെയും മുന്നിൽ കൊണ്ട് നിർത്തിയാൽ മാത്രമേ അപർണയുടെയും തമ്പിയുടെയും കൊമ്പൊടിക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് അഭിക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് അഭി ഒന്നും മിണ്ടാത്തത്. ഈ സമയത്ത് വലിയൊരു രഹസ്യം തന്നെയാണ് സക്കീർ ഭായ് ജാനകിയുടെ മുന്നിൽ വെളിപ്പെടുത്തിയത്. അന്ന് അച്ഛൻ സൂര്യ സാറിൻ്റെ കൂടെ ഒരു അക്കൗണ്ടന്റ് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. ആ അക്കൗണ്ടന്റിനെ തേടിയിട്ടാണ് ഞാൻ നടന്നത്. അയാൾ ഇപ്പോൾ അങ്ങ് കേദാർനാഥിലാണ്. അങ്ങനെ കേദാർനാഥിൽ ഞാൻ അന്വേഷിച്ചു പോയി. ആ സമയത്താണ് അയാൾ ഒരുപാട് രഹസ്യങ്ങൾ എന്നോട് പറഞ്ഞത്. ഒരു ആശ്രമത്തിൻ്റെ കീഴിൽ ഒരു ശരണാലയമുണ്ട്. ആ ശരണാലയത്തിൽ ഒരുപാട് തുക, അതും ഏറ്റവും വലിയൊരു തുക സൂര്യ സാറ് സംഭാവന നൽകി. അങ്ങനെ സംഭാവന നൽകിയതിൻ്റെ റെസിപ്റ്റ് ഉണ്ട്. പക്ഷേ മറ്റൊരു കാര്യവും കൂടിയുണ്ട്. ആ സംഭാവന നൽകിയതിൻ്റെ കൂടെ ആ ശരണാലയത്തിൽ എല്ലാ കാര്യങ്ങളും നോക്കി ഒരു പുതുക്കി പണിത് പുതിയൊരു രീതിയിലോട്ട് ആ ശരണാലയം മാറ്റി പണി കഴിപ്പിച്ചു. ജാനകി എടുത്ത് ചോദിച്ചു, അതാ ചിലപ്പോൾ അച്ഛന് മനസ്സ് തോന്നി ചെയ്തതായിരിക്കത്തില്ലേ? എന്നാൽ അപ്പോഴാണ് സക്കീർ ഭായ് മറ്റൊരു രഹസ്യവും കൂടി പറയുന്നത്. ഒരിക്കലും അവരുമായിട്ട്, ആ ഒരു ആശ്രമവുമായിട്ട് സൂര്യ സാറിനും യാതൊരു ബന്ധവുമില്ല. അവർ സൂര്യ സാറിനെ കോണ്ടാക്ട് ചെയ്തിട്ട് പോലുമില്ല. സൂര്യ സാറ് അവർ പറയാതെ സ്വയം സംഭാവന നൽകി. അതും ഇത്രയും വലിയൊരു തുക, ലക്ഷങ്ങളല്ല കോടികൾ തുക അവർക്ക് സംഭാവന നൽകുകയും ആ സ്ഥലം മുഴുവൻ പുതിയതായിട്ട് പണി കഴിപ്പിച്ചെടുക്കുകയൊക്കെ ചെയ്തു. അതും മറ്റൊരാൾ പറഞ്ഞിട്ടാണ്, അതും ആഗ്നസ് പറഞ്ഞിട്ടാണ്, മദർ ആഗ്നസ് പറഞ്ഞിട്ടാണ് സൂര്യ സാർ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് സക്കീർ ഭായ് പറഞ്ഞു. സത്യം പറഞ്ഞ രാധാമണി കാണാതായതിനു ശേഷം ആഗ്നസിനോടാണ് സൂര്യ സാറ് കണ്ടുപിടിക്കാനായിട്ട് ആവശ്യപ്പെട്ടിരുന്നത്. അങ്ങനെ ആഗ്നസ് സൂര്യ സാറിനോട് ഇങ്ങനെ ഒരു രഹസ്യം, ഇങ്ങനെ ഒരു കാര്യം പറയണമെങ്കിൽ അതും ആഗ്നസ് ആണ് സൂര്യ സാറിനോട് ആവശ്യപ്പെട്ടത്. ആ ശരണാലയത്തിലേക്ക് ഒരുപാട് വലിയൊരു തുക സംഭാവന നൽകണമെന്നും ആ ഒരു ആശ്രമം പുതിയതായിട്ട് പണി കഴിപ്പിക്കണമെന്നും ആഗ്നസ് ആണ് സൂര്യ സാറിനോട് പറഞ്ഞത്. അപ്പോൾ ഉറപ്പായിട്ടും രാധാമണി അവിടെ കണ്ടുപിടിച്ചതായിട്ടും രാധാമണി അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണോ ആഗ്നസ് ഇങ്ങനെ ഒരു കാര്യം സൂര്യ സാറിനോട് ആവശ്യപ്പെട്ടത് എന്നുള്ള കാര്യം കൃത്യമല്ല. മാത്രമല്ല അവിടെ ഇപ്പോൾ ഒരു സ്വാമിജിയുണ്ട്. സ്വാമി നിത്യാനന്ദൻ്റെ കീഴിലുള്ള ശരണാലയമാണ് ഇതെന്നും ആ സ്വാമിജിയുടെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. ഒരു ബ്രഹ്മ ആശ്രമത്തിൻ്റെ കീഴിലാണ്. അപ്പോൾ അവിടുത്തെ ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും ഞാൻ തന്നിട്ടുണ്ട്. അവിടെ പോയി ജാനകി അന്വേഷിക്കണം. ഉറപ്പായിട്ടും ജാനകിയുടെ അമ്മയെ അവിടെ വെച്ച് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുമെന്ന് സക്കീർ ഭായ് ഉറപ്പ് നൽകി. ആഗ്നസിനോട് ഒരു വട്ടം, പക്ഷെ എന്തുകൊണ്ട് സക്കീർ ഭായ് ഈ കാര്യം അറിഞ്ഞില്ല എന്ന് ജാനകി ചോദിക്കുമ്പോൾ ഈ സംഭവങ്ങൾ നടന്ന സമയത്ത് താൻ മുംബൈയിലായിരുന്നുവെന്നും 4-5 വർഷം കഴിഞ്ഞിട്ടാണ് താൻ ഇങ്ങോട്ട് വന്നത്. ആ സമയത്ത് ചിലപ്പോൾ അച്ഛൻ സൂര്യ സാർ മറന്നു പോയതായിരിക്കുമെന്നാണ് സക്കീർ ഭായ് പറഞ്ഞത്. പക്ഷെ ഉറപ്പാണ്, സക്കീർ ഭായ്ക്ക് ഉറപ്പുണ്ട്, ജാനകിയുടെ അമ്മയായ രാധാമണി അവിടെ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റുമെന്നൊരു ഉറപ്പുണ്ട്. അങ്ങനെ ആ ഒരു ആശ്രമത്തിലേക്ക് ജാനകി പോവുകയാണ്. തൻ്റെ അമ്മയെ അവിടെ വെച്ച് കണ്ടുപിടിക്കണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. മാത്രമല്ല അഭിയേട്ടനോട് ഇപ്പോൾ പറയണ്ട, അഥവാ എൻ്റെ അമ്മയെ അവിടെ വെച്ച് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ മാത്രം സക്കീർ ഭായ് അഭിയേട്ടനോട് ഈ കാര്യം പറഞ്ഞാൽ മതി എന്നാണ് ജാനകിയുടെ ആവശ്യം. ഈ ഒരു സംഭവങ്ങൾ നടക്കുമ്പോൾ അവിടെ പ്രഭാവതിയെ അത്രത്തോളം ദ്രോഹിക്കാനായിട്ടും പ്രഭാവതിയെ മുഴുവനായിട്ട് ജോലിക്കാരിയാക്കി ആഹാരം വിളമ്പി എടുക്കാനായിട്ടും അവിടെ മനഃപൂർവ്വം കറി തട്ടി കളഞ്ഞിട്ട് തുടപ്പിക്കാനായിട്ടും മുഴുവൻ ജോലി എടുപ്പിക്കാനായിട്ടും പ്രഭാവതി ഭീഷണിപ്പെടുത്താൻ ഒക്കെ ആയിട്ടാണ് അപർണ ശ്രമിക്കുന്നത്. എന്നാൽ അപർണ മനസ്സിലാക്കുന്നില്ല, അപർണയുടെ അന്ത്യം ഇവിടെ കുറിക്കാൻ വേണ്ടിയിട്ട് പോകുവാണ്. ജാനകി തൻ്റെ അമ്മയെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അന്നത്തോടുകൂടി അപർണയുടെയും തമ്പിയുടെയും കഥ കഴിഞ്ഞു എന്ന് തന്നെ സാരം. എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണുന്നത് വരയ്ക്കും. ടാറ്റാ ബൈ.